കഥകളിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് നോക്കാം. ഹൗ ടു ലേൺ ഇംഗ്ലീഷ് ത്രൂ ദി സ്റ്റോറീസ്. ക്യാൻ യു ഹിയർ മീ? ഐ ടെൽ ടുഡേ സ്റ്റോറി Cinderella. You know that about these stories? I try to tell about this story. Can you spend with me much time? No more time, little time. Let's start a story. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയുടെ പേര് സിൻഡ്രല്ല എന്നാണ്. Once upon a time, there lived a beautiful young girl named was Cinderella. But she was unhappy. ഒരിക്കൽ മനോഹരിയായ ഒരു ചെറിയ പെൺകുട്ടി ജീവിച്ചിരുന്നു. സിൻഡ്രല്ല എന്നായിരുന്നു അവളുടെ പേര്. അവൾ അസന്തുഷ്ടിയായിരുന്നു, അതായത് സന്തോഷമില്ലാത്തവളായിരുന്നു. But her mother was dead and her father married a widow who had two daughters. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവളുടെ ഭർത്താവ് മരിച്ച സ്ത്രീയെ വിവാഹം കഴിച്ചു. അവൾക്ക് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു. Cinderella's stepmother was partial. She treated her own daughters in the nicest way. അവളുടെ രണ്ടാനമ്മ പക്ഷാഭേദം കാണിച്ചു. ഏറ്റവും നല്ല രീതിയിൽ സ്വന്തം മക്കൾക്ക് എല്ലാം നൽകിയിരുന്നു. പാർഷ്യൽ പക്ഷാഭേദം, നൈസസ്റ്റ് നല്ല രീതി. But she ill-treated Cinderella. She gave all comfort to her daughters, and Cinderella was not given anything good. എന്നാൽ അവളുടെ അമ്മ സിൻഡ്രല്ല ചീത്ത മാത്രം സിൻഡ്രല്ലയ്ക്ക് നൽകി. അവളുടെ സ്വന്തം മക്കൾക്ക് മൊത്ത സുഖ സൗകര്യങ്ങളും നൽകി. സിൻഡ്രല്ലയ്ക്ക് നല്ലതൊന്നും തന്നെ നൽകിയില്ല. ഇൽ-ട്രീറ്റഡ്, ചീത്ത പരിചരണം. She was not even given with good food, but only the leftover. Moreover, she was allowed to sit near the cinders only for a while. അവൾ നൽകിയില്ല, പലപ്പോഴും നല്ല ഫുഡ് പോലും നൽകിയില്ല. അതുമാത്രമല്ല, പഴകിയ ഫുഡും നൽകിയിരുന്നു. അതുകൂടാതെ വല്ലപ്പോഴും മാത്രമാണ് അടുക്കളയിൽ കല്ലിലിരിക്കാൻ അനുവദിച്ചത്. ലെഫ്റ്റ് ഓവർ, പഴകിയ ഫുഡ്. സിൻഡേഴ്സ്, കരിങ്കല്ല്. യൂറോപ്പിലൊക്കെ കിച്ചണിലിരിക്കുന്ന ഒരു കല്ലാണ് സിൻഡേഴ്സ്. മോറോവർ, അതുകൂടാതെ. ദാറ്റ്സ് വൈ ഗോട്ട് എ നെയിം സിൻഡ്രല്ല. ഷീ വുഡ് ബി ടോക്കിംഗ് ടു ദി ക്യാറ്റ് ആൻഡ് ദി ക്യാറ്റ് മ്യാവ് ഇൻ റിപ്ലൈ. അതുകൊണ്ടാണ് സിൻഡ്രല്ല എന്ന പേര് കിട്ടിയത്. അവൾ പൂച്ചയുമായി സംസാരിക്കുമായിരുന്നു. പൂച്ച മ്യാവു എന്ന് മറുപടി കൊടുക്കുമായിരുന്നു. She was more or less treated as an unpaid servant of the home. അവൾ ഭക്ഷണവും കാശും കിട്ടാത്ത ഒരു വേലക്കാരിയായിരുന്നു ആ വീട്ടിൽ. Cinderella wept many a time secretly and regretted for a pathetic situation. സിൻഡ്രല്ല അവളുടെ ദയനീയമായ സാഹചര്യം നൊന്ത് പലപ്പോഴും രഹസ്യമായി പൊട്ടിക്കരഞ്ഞു. She wished to live happily, but there was no way for that. അവൾ ആഗ്രഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ, എന്നാൽ അവിടെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. വിഷ്ഡ്, ആഗ്രഹിച്ചു. ഹാപ്പിലി, സന്തോഷത്തോടെ. One day when Cinderella was sitting near the cinders in the kitchen, a wonderful thing happened. ഒരു ദിവസം സിൻഡ്രല്ല അടുക്കളയുടെ കല്ലിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. A fairy appeared before her. Cinderella was shocked and surprised to see the fairy. ഒരു ദേവത അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സിൻഡ്രല്ല വ്യാകുലപ്പെട്ടു. എന്നിട്ട് അതിശയത്തോടെ ദേവതയെ നോക്കി. But fairy consoled her and told her not to worry. The fairy assured Cinderella that problems would soon be solved. എന്നാൽ ദേവത അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വ്യാകുലപ്പെടേണ്ട, നിന്റെ പ്രശ്നം എല്ലാം ഉടനെ ശരിയാകും. ഷോക്ക്ഡ്, ഞെട്ടുക, ഞെട്ടിപ്പോവുക. കൺസോൾഡ്, ആശ്വസിപ്പിച്ചു. സർപ്രൈസ്ഡ്, അതിശയിച്ചു.
അപ്പിയേർഡ് പ്രവേശിച്ചു, അഷ്വേർഡ് ഉറപ്പ് നൽകി, ബി സോൾവ്ഡ് പരിഹരിക്കുക, സൂൺ ഉടനെ. ഫർദർ ദി ഫെയറി ആസ്ക്ഡ് സിൻഡ്രല്ല ടു ഗോ ടു ദി ബോൾ അറേഞ്ച്ഡ് ബൈ ദി പ്രിൻസ് ഓഫ് ദാറ്റ് കൺട്രി. കൂടുതൽ വീണ്ടും പറഞ്ഞു, രാജ്യത്തെ രാജകുമാരൻ ക്രമീകരിച്ചിരിക്കുന്ന നൃത്തശാലയിലേക്ക് പോകാൻ. Cinderella wondered how she could go to the ball in her poor condition. With the magic wand, the fairy made Cinderella to wear the most beautiful dress. ബാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃത്തശാല. ഫർദർ കൂടുതൽ. ഫെയറി ആസ്ക്ഡ് ദേവത ചോദിച്ചു. അറേഞ്ച്ഡ് ക്രമീകരിച്ചു. മാജിക് വാൻഡ് മാന്ത്രിക വടി. സിൻഡ്രല്ല ആശ്ചര്യപ്പെട്ടു. അവൾക്ക് എങ്ങനെ പോകാൻ കഴിയും ഈ മോശമായ അവസ്ഥയിൽ? ദേവത തൻ്റെ മാന്ത്രിക വടി കൊണ്ട് അതിമനോഹരമായ ഡ്രസ്സ് നിർമ്മിച്ചു സിൻഡ്രല്ലയെ ധരിപ്പിച്ചു. Cinderella looked very beautiful, and then the fairy asked for a pumpkin in the beautiful coach and 7 mice into 6 white horses and a coachman. സിൻഡ്രല്ലയെ അതിസുന്ദരിയായി കാണപ്പെട്ടു. പിന്നീട് ദേവത മത്തങ്ങയും 7 ജീവനുള്ള എലികളെയും ചോദിച്ചു. തൻ്റെ മാന്ത്രിക വടി കൊണ്ട് ദേവത ആ മത്തങ്ങയെ ഒരു മനോഹരമായ രഥമാക്കി മാറ്റി. 6 എലികളെ കുതിരകളാക്കി, 1 എലിയെ കുതിരക്കാരനാക്കി മാറ്റി. ആൻഡ് ദി ഫെയറി പുട്ട് വൺ കണ്ടീഷൻ ദാറ്റ് സിൻഡ്രല്ല ഷുഡ് റിട്ടേൺ ഫ്രം ദി ബാൾ ബിഫോർ ദി ക്ലോക്ക് സ്ട്രക്ക് 12. ദേവത ഒരു നിർബന്ധം വെച്ചു. ഘടികാരം 12 അടിക്കുന്നതിന് മുമ്പ് നൃത്തശാലയിൽ നിന്നും തിരിച്ചു വരണം. പംകിൻ മത്തങ്ങ. പുട്ട് വൺ കണ്ടീഷൻ നിബന്ധന വെച്ചു. കോച്ച്മാൻ കുതിരക്കാരൻ. ബോൾ നൃത്തശാല. ബിക്കോസ് ആഫ്റ്റർ 12 o'clock the coach horses and coachman would return to their original form. Cinderella could not believe her eyes. എന്തുകൊണ്ടെന്നാൽ 12 മണിക്കു ശേഷം കുതിരകളും കുതിരക്കാരനും രഥവും അവരുടെ യഥാർത്ഥ അവസ്ഥയിൽ എത്തിച്ചേരും. സിൻഡ്രല്ലയുടെ കണ്ണുകൾ അതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. And the fairy left her at the court. When the Cinderella entered the ballroom at the palace, everybody was surprised to see beauty of Cinderella. ദേവത പിന്നെ അവിടെ നിന്നും പോയി. അപ്പോൾ സിൻഡ്രല്ല കൊട്ടാരത്തിൻ്റെ നൃത്തശാലയിലേക്ക് പ്രവേശിച്ചു. മനോഹരിയായ സിൻഡ്രല്ലയെ കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കി. The 2 stepsisters also wondered at the beauty of Cinderella, but nobody knew that beautiful girl was really Cinderella. കൂടാതെ തൻ്റെ 2 സഹോദരിമാരും അത്ഭുതപ്പെട്ടു സിൻഡ്രല്ലയുടെ സൗന്ദര്യത്തിൽ. എന്നാൽ യഥാർത്ഥ സിൻഡ്രല്ലയാണ് ഇതെന്ന് ആരും തന്നെ അറിഞ്ഞില്ല. The prince was struck by the beauty of Cinderella. He admired her beauty and danced with her. സിൻഡ്രല്ലയുടെ സൗന്ദര്യത്തിൽ രാജകുമാരൻ വീണുപോയി. അവൻ അവളുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്തു. And he wanted to know who Cinderella was. But Cinderella replied that he would never see her again. അവൻ അറിയാൻ ആഗ്രഹിച്ചു, ആരാണ് സിൻഡ്രല്ലയെ നീ? സിൻഡ്രല്ല മറുപടി പറഞ്ഞു, ഒരിക്കലും എന്നെ വീണ്ടും കാണില്ല. But the prince was certain that he would find her. Cinderella enjoyed the ball. രാജകുമാരൻ അവളെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പിച്ചു. സിൻഡ്രല്ല നൃത്തശാലയിൽ ആസ്വദിച്ചു. Suddenly she heard the sound of a clock striking 12. She remembered the condition the fairy had told her. പെട്ടെന്ന് അവൾ കേട്ടു ഒരു സൗണ്ട്. ക്ലോക്ക് 12 അടിക്കുന്നു. ദേവത അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിബന്ധന അവൾ ഓർത്തു. ആൻഡ് വിത്തൗട്ട് ഈവൻ എ വേഡ് ഷീ ഹറീഡ് ഫ്രം ദി ബൾറൂം.
as she ran the lost of her slipper and could not return to search for the missing slipper. ഒരു വാക്കുപോലും പറയാതെ നൃത്തശാലയിൽ നിന്നും ഓടിയപ്പോൾ നഷ്ടപ്പെട്ട അവളുടെ ഒരു ചെരുപ്പ് പോലും നോക്കാൻ തിരിച്ചു വന്നില്ല. The prince, who was madly in love with her, found the slipper missed by Cinderella and picked it. ആ രാജാവിന് അവളോട് ഭ്രാന്തമായ സ്നേഹമായിരുന്നു. സിൻഡ്രല്ലയുടെ നഷ്ടപ്പെട്ട ചെരുപ്പുകൾ കണ്ടുപിടിച്ച് എടുത്തു വെച്ചു. The prince was so keen in finding who the beautiful girl was and decided to marry her. ആരാണ് മനോഹരയായ പെൺകുട്ടി? അവളെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ തീക്ഷ്ണമായി ആ രാജാവ് ആഗ്രഹിച്ചു. He ordered his ministers to search for the foot that the slippers fits. The ministers tried the slipper on the foot of all the girls. അവൻ്റെ മന്ത്രിമാരോട് ആജ്ഞാപിച്ചു ആ ചെരുപ്പുകൾ യോജിക്കുന്ന കാല് കണ്ടുപിടിക്കാൻ. മുഴുവൻ പെൺകുട്ടികളെയും കാലിൽ മന്ത്രിമാർ സ്ലിപ്പർ പരീക്ഷിച്ചു. At last the slipper fitted perfectly to Cinderella. The stepmother was not ready to believe and shouted that Cinderella could not have been at the ball. കീൻ തീക്ഷ്ണമായ, ഓർഡേഡ് ആജ്ഞാപിച്ചു. അവസാനം സിൻഡ്രല്ലയ്ക്ക് ആ ചെരുപ്പ് ഉറപ്പായും ചേർച്ചയായിരുന്നു. അവളുടെ രണ്ടാനമ്മ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. സിൻഡ്രല്ലയ്ക്ക് നൃത്തശാലയിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അലറി വിളിച്ചു. സഡൻലി ദി ഫെയറി അപ്പിയേർഡ് ആൻഡ് ചേഞ്ച്ഡ് സിൻഡ്രല്ല ഇൻടു എ ബ്യൂട്ടിഫുൾ ഗേൾ. ദി സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെയർ ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്. പെട്ടെന്ന് ദേവത പ്രത്യക്ഷപ്പെട്ടു സിൻഡ്രല്ലയെ സുന്ദരിയാക്കി മാറ്റി. അവളുടെ രണ്ടാനമ്മയും സഹോദരിമാരും അത്യന്തം അതിശയിച്ചു. Then the ministers took Cinderella to the prince, who married her. മന്ത്രിമാർ രാജാവിൻ്റെ അടുത്തേക്ക് സിൻഡ്രല്ലയെ കൊണ്ടുപോയി. രാജാവ് സിൻഡ്രല്ലയെ വിവാഹം കഴിച്ചു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത കഥയുമായി വരാം.